ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു സ്കേർട്ടാണ് കേട്ടോ പ്രിൻറ്റ് ചെയ്യാൻ പോണത്. ഞാനിപ്പോൾ ഓൾറെഡി ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള 2 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതും കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത തമ്മിൽ പ്രിൻറ്റ് ചെയ്യാൻ പോവാണ്. ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ എന്തായാലും ഇത് കഴിഞ്ഞിട്ടായിരിക്കും മിക്കത് അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഫാബ്രിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കവറും പിന്നെ പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്രഷുകളും എടുത്തിട്ടുണ്ട് കേട്ടോ. കവറുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. പ്രിൻറ്റ് കണ്ടാൽ പറയില്ല കേട്ടോ, ഇത്ര എളുപ്പമാണോ ഇത് ചെയ്തെടുക്കാനെന്ന്. അത്രയ്ക്ക് എളുപ്പമുണ്ട്, ഭയങ്കര സിമ്പിളാണ്. അപ്പം ഞാൻ ഫ്രണ്ടിൽ മാത്രമേ ചെയ്യണുള്ളൂ കേട്ടോ. ഫ്രണ്ടിലൊരു 4 എണ്ണമാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണത്. 4 സ്പേസേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടി ചെറുതാക്കി ചെയ്യണമെങ്കിൽ കുറച്ചും കൂടെ കിട്ടും. എനിക്ക് അത്യാവശ്യം വലിപ്പത്തിൽ ഒരു നല്ല ഇടുപ്പിൽ എനിക്ക് വേണമായിരുന്നു. അങ്ങനെ 4 എണ്ണമാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കണത്. അപ്പോൾ പേപ്പർ ഇടണില്ല കേട്ടോ താഴെ. നമ്മളധികം പെയിൻറ്റ് വാരിക്കോരി ഒഴിക്കാൻ പോണില്ല, ജസ്റ്റ് ചെറുതായിട്ട് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ കുറേ പെയിൻറ്റ് ഒഴിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും പേപ്പർ ഇടുക കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് അങ്ങനെ തന്നെ നാശമായി പോകും. ഒരാൾ ഉറങ്ങാൻ പോയതാണ്, ഞാനപ്പോൾ ഇതൊക്കെ കാണിക്കാനുണ്ടപ്പോൾ വന്ന് നിന്നാണ്. എന്നാൽ പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ നിൽക്കട്ടെ, അവൾക്ക് ഇതൊരു രസമല്ലേ, പ്രിൻ്റ് ചെയ്യണ കഴിയണവരെ എൻ്റെ കൂടെ നിന്നോട്ടെ മൂപ്പരാൾ. അപ്പോൾ പിന്നെ ഞാൻ എടുത്തേക്കുന്നത് കുറച്ച് പച്ചിലകളാണ്. നിങ്ങൾക്ക് ഡ്രസ്സുമ്മൽ എങ്ങനത്തെയൊക്കെ പ്രിൻ്റ് വേണോ അങ്ങനത്തെയൊക്കെ ഇലകളൊക്കെ പറമ്പിൽ പോയി പൊട്ടിച്ചുകൊണ്ട് വരാം. ഞാൻ എടുത്തേക്കുന്നത് നിശാപുഷ്പത്തിൻ്റെ ഇലയാണ്. ഇത് നാരകത്തിൻ്റെ ഇലയൊക്കെ പോലെ ഇങ്ങനെ ഇരിക്കും. നിശാപുഷ്പം ഒരു വെള്ളപ്പൂവ് ഇങ്ങനെ നല്ല രാത്രിയിലിങ്ങനെ വിരിയുന്നത്. നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ പോയി ഗൂഗിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് എടുത്തേക്കുന്നത്. പിന്നെ പെയിൻറ്റ് എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പെയിൻറ്റ് നമ്മൾ മേടിക്കുമ്പോഴുള്ള അതേ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ, അതെടുക്കാൻ പാടില്ല. അതെടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് പ്രിൻറ്റ് വരില്ല. ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ബ്രഷ് ഇലയമേൽ അടിക്കുമ്പോൾ ബ്രഷ് വെള്ളത്തിൽ മുക്കിയിട്ട് നല്ല വെള്ളത്തിൽ അടിക്കുക കേട്ടോ. പിന്നെ കൈമലാവാണ്ട് സൂക്ഷിക്കുക കേട്ടോ. പെയിൻറ്റ് കൈമലായിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്രസ്സുമലായി ഫുള്ള് മെസ്സിയായി പോവില്ല. ഫാബ്രിക് പെയിൻ്റ് അല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. പിന്നെ ഞാൻ ഇതേപോലെ ഒരു കിഴി കെട്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലയമേൽ ആദ്യം പെയിൻ്റ് ആക്കും, പിന്നെ വെച്ചിട്ട് കിഴി കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ പ്രിൻ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് വന്നോളും. അപ്പോൾ നമ്മുടെ കൈമലും ആവില്ല. പിന്നെ ഞാനൊരു നീളൻ ഇലയും കൂടെ അതിൻ്റെ ഇടയിൽ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരിടയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു ഈ ഒരു പൂവ് എല്ലാവരും മുഖത്ത് വരയ്ക്കുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്കിതെന്തായാലും ഡ്രസ്സ് ചെയ്യണമെന്ന്. അങ്ങനെതാ ആദ്യം ഒരു ചെറിയ പൂവാണേ വരച്ച് നോക്കിയത്. എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ റഫൊന്നും ചെയ്ത് നോക്കിയില്ല, നേരെ ഡയറക്റ്റ് ഇതിലേക്ക് ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ഭയങ്കര ചെറുതായിട്ട് എനിക്കത് ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാനൊരു വലിയ കവറെടുത്ത് വീർപ്പിച്ചിട്ട് പെയിൻ്റ് അടിച്ചിട്ട് അത് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല തൃപ്തിയായി, നല്ല രസമുണ്ടല്ലേ, എനിക്ക് കാണുമ്പോൾ എന്താ ചെമ്പരത്തിനെ പോലെ തോന്നുന്നുണ്ടല്ലേ. ടോപ്പുമ്പോൾ ഞാൻ നീളൻ ഇല, ഒറ്റ ഇല മാത്രമേ കൊടുത്തുള്ളൂ. ഇതളുകളുള്ള ഇല ഞാൻ കൊടുത്തില്ല. പിന്നെ സെൻറ്ററിൽ ഇങ്ങനെ പൂമ്പൊടി പോലെ ഇങ്ങനെ കുറച്ച് യെല്ലോ പെയിൻ്റ് എടുത്തിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതധികം കട്ടിയിലിടരുത് കേട്ടോ. കട്ടിയിലിട്ടിട്ടുണ്ടെങ്കിൽ ഉണങ്ങാൻ കുറേ സമയം എടുക്കും. ഉണങ്ങാണ്ടായപ്പോൾ ഞാനപ്പോൾ അതിങ്ങനെ കുറച്ചിങ്ങനെ എടുത്തു കേട്ടോ, തുണിമേൽ വേറൊരു തുണിമേലേക്ക് ആക്കി എടുത്തു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യുമ്പോൾ സെൻറ്ററിൽ യെല്ലോ ഇട്ടിട്ട് ഔട്ടറിലേക്ക് പിങ്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഈ പണിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ 2 ഷെയ്ഡിൽ കിട്ടും. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഫില്ല് ചെയ്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഫില്ലായി നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 പൂവും കൂടെ താഴെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഇല ഞാൻ ഇടയിൽ ഇങ്ങനെ ആക്കി കൊടുത്തു. എനിക്കിത് ഭയങ്കര ഹരമായി, ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് ഞാനിപ്പോൾ ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ നിരത്തി പിടിച്ചങ്ങോട്ട് പ്രിൻറ്റ് ചെയ്യായിരുന്നു. പിന്നെ നമ്മൾ പാൻറ്റാണ് പ്രിൻറ്റ് ചെയ്തത്. പാൻറ്റ് ഞാൻ സൈഡിൽ ഇൻവിസിബിൾ സിപ്പറായിരുന്നു വെക്കേണ്ടത്, പക്ഷേ എനിക്കത് വെക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ സാധാ സിപ്പറാണ് വെച്ചത്. അപ്പോൾ ആ ഒരു വൃത്തിയോട് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പാൻറ്റിൻ്റെ സൈഡിൽ ചെയ്തത്. പക്ഷേ അതൊരു വെറൈറ്റി സാധനമായി. എന്തായാലും നിങ്ങൾക്ക് വേണമെങ്കിൽ സൈഡിൽ മാത്രമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ താഴെ മാത്രമായിട്ട് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. സൈഡിൽ എന്തായാലും ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാൻറ്റും വെച്ചത്. പക്ഷേ പാൻറ്റും പെയിൻറ്റ് ആദ്യം പെയിൻറ്റ് കുറേ ആയിപ്പോയിട്ട് അതൊരു വൃത്തികേടായി. അപ്പോൾ പെയിൻറ്റ് നിങ്ങൾ വാരിക്കോരി ഒഴിക്കരുത്, സൂക്ഷിച്ചൊഴിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ റിസൾട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര മിനിമലായിട്ടുണ്ട്, ഭയങ്കര യുണീക്കായിട്ടില്ലേ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.